നമസ്കാരം. കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച CPM നേതാക്കൾ. പത്തനംതിട്ട മലയാപ്പുഴ സ്വദേശിയായിട്ടുള്ള ശരൺ ചന്ദ്രനെയാണ് CPM നേതാക്കൾ ഇങ്ങനെ മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു ഗംഭീര സ്വീകരണം ഒരുക്കിയത്. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് മാലയിട്ട് ശരണിനെ സ്വീകരിച്ചിരിക്കുന്നത്. തെറ്റിനെ ന്യായീകരിക്കാൻ പ്രത്യേകതരം കഴിവുള്ളവരാണ് CPM നേതാക്കന്മാരെന്ന് പലപ്പോഴായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും അതൊന്നുകൂടെ ആവർത്തിച്ച് അടിവരയിടുകയാണ് CPM നേതാക്കൾ ഇങ്ങനൊരു നിലപാടെടുക്കുന്നതിലൂടെ. എന്തായാലും CPMന് സാധാരണ സത്യസന്ധരായ നല്ലവരായ പ്രവർത്തകരെക്കാൾ കൂടുതൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് ക്രിമിനലുകൾ തന്നെയാണ് എന്ന് CPM നേതാക്കന്മാരുടെ നിലപാടിൽ നിന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പീഡന കേസിൽ പ്രതിയായിട്ടുള്ള CPM പ്രാദേശിക നേതാവിനെ ലോക്കൽ കമ്മിറ്റിയിൽ തിരികെ എടുത്ത വാർത്ത നാം ഏറെ കണ്ടതാണ്. ഇപ്പോഴിതാ ഇതിന്റെ ഭാഗമായി BJP പോലും ഒഴിവാക്കിയവരെ പോലും പാർട്ടിയിലേക്ക് ഏറ്റെടുക്കുകയാണ് CPM നേതാക്കന്മാർ. എന്തായാലും കാപ്പ പ്രതിയെ തിരികെ സ്വീകരിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ കേട്ട ജനങ്ങൾ അന്തം വിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നവനെ തിരിച്ചെടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് നേതാക്കന്മാർ ചോദിക്കുന്നത്. ഇതിലൂടെ പാർട്ടി തെറ്റ് തിരുത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നത് വ്യക്തം. എന്തായാലും പത്തനംതിട്ട മലയാപ്പുഴ സ്വദേശിയായിട്ടുള്ള ശരൺ ചന്ദ്രൻ എന്ന കാപ്പ പ്രതിയെ പാർട്ടിയിലേക്ക് CPM മാലയിട്ട് സ്വീകരിക്കുന്നത് വലിയ ചർച്ചാ വിഷയമാകുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലാണ് ഈ ഗംഭീര സ്വീകരണം ഒരുക്കിയത്. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു മാലയിട്ട് ശരണിനെ സ്വീകരിച്ചു. ഇയാൾ ഉൾപ്പെടെ 60 പേരെയാണ് പാർട്ടിയിലേക്ക് ചേർത്തിരിക്കുന്നത് എന്നതാണ് വിവരം. കാപ്പ കേസിലും ഒട്ടേറെ ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ഇഡ്ഡലി എന്ന വിളിപ്പേരുള്ള ഈ ശരൺ ചന്ദ്രൻ. കാപ്പ ചുമത്തിയ ഇയാൾ സ്ഥിരമായി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. നാട് കടത്താതിരുന്നതിനാൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ശരൺ വീണ്ടും ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടതോടെ വീണ്ടും അറസ്റ്റിലാകുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ 23-നാണ് ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും ജാമ്യം നേടി ഇയാൾ പുറത്തിറങ്ങുന്നത്. സംഭവത്തിൽ വിചിത്ര വിശദീകരണവുമായി CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ രംഗത്തേക്ക് എത്തുകയാണ്. ജില്ലാ സെക്രട്ടറിയായ KP ഉദയഭാനു പറയുന്നത് ശരൺ ചന്ദ്രൻ നിലവിൽ കാപ്പ പ്രതിയല്ല എന്നും കാലാവധി കഴിഞ്ഞു എന്നും ജില്ലാ സെക്രട്ടറി പറയുന്നു. ശരണിനെ നാടുകടത്തിയിട്ടില്ലെന്നും കാപ്പയിൽ താക്കീത് മാത്രമാണ് നൽകിയതെന്നുമാണ് CPMന്റെ ക്യാപ്സ്യൂൾ വിശദീകരണം. RSSന് വേണ്ടി നടത്തിയ ആക്രമണങ്ങളിലാണ് പ്രതിയായിട്ടുള്ളതെന്നും ഉദയഭാനു പറയുന്നു. രാഷ്ട്രീയ കേസുകളിൽ പെടുന്നവർക്കെതിരെ കാപ്പ ചുമത്തുന്നത് തെറ്റെന്നും ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. ശരൺ അടക്കം 60 ആളുകളെയാണ് ഇപ്പോൾ കുമ്പഴ ഭാഗത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം പാർട്ടിയിലേക്ക് സ്വീകരണം നടത്തിയിരിക്കുന്നത്. കാപ്പ കേസ് ചുമത്തിയ ശരൺ ചന്ദ്രൻ തുടർന്നും ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട വ്യക്തിയായിട്ട് പോലും ഇയാളെ സ്വീകരിക്കാൻ പാർട്ടി കാണിച്ച നയം എന്തിനാണെന്ന് ചില സഖാക്കന്മാർക്കിടയിൽ പോലും സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെയധികം നവമാധ്യമങ്ങളിലടക്കം വളരെയധികം വലിയ വിമർശനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയരുകയാണ്. CPM നേതൃത്വം എന്തിനാണ് ഇങ്ങനൊരു നിലപാടില്ലായ്മയിൽ നിൽക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത്. പാർട്ടിയിൽ വിശ്വസിച്ച് ഇന്നും അടിയുറച്ചു നിൽക്കുന്ന ചില സഖാക്കന്മാർ പാർട്ടി വിട്ട് പാർട്ടിയോട് മടുപ്പ് തോന്നുന്ന തരത്തിലാണ് CPM നേതാക്കന്മാർ ഓരോ നിലപാടുകൾ എടുക്കുന്നത് എന്ന് തന്നെ ഈ ഒരു വിഷയത്തിലുമായി ബന്ധപ്പെട്ട് പല കമന്റുകളും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്.